ആൾക്കാരിലേക്ക് എത്താൻ വളരെ എളുപ്പമല്ലേ, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഓരോ അക്കൗണ്ടുകൾ ഫേസ്ബുക്ക് അതിൽ നിന്ന് ആൾക്കാരെ ഡൗൺലോഡ് ചെയ്യുന്നത് ഭയങ്കര സ്നേഹമാണ്. അത് വലിയൊരു അനുഗ്രഹം. അത് അവരോടുള്ള ഒരു സ്നേഹമല്ല, ശരണ്യ എന്ന് പറയുമ്പോൾ ഒരു മകളോടുള്ള അവർക്കൊരു അങ്ങനെ ഒരു സ്നേഹമാണ്. ചേച്ചി ഉള്ളത് ചേച്ചി കമന്റ് ഇത്ര ആവശ്യമുള്ള കൊച്ചി, ഇത്രയും മലയാളിത്തമുള്ള കുട്ടി, ചിലതുണ്ട് ട്രഡീഷണൽ ഡ്രസ്സ് അതൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇപ്പോഴും മെസ്സേജ്. തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം. അതിനെപ്പോഴും നമ്മുടെ ഓഡിയൻസിനോട് ഞാൻ കടപ്പെട്ടിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാവാം, പിന്നെ എന്താ പറയാ, ആൾക്കാർക്ക് പൊതുവെ ഞാൻ പാവമാന്നുള്ളൊരു ഇമേജ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ശരിക്കും ഞാനാ പാവം. ചേച്ചിയുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? എനിക്ക് യാരടി മോനെ ഒരുപാട് ഇഷ്ടമുള്ള പടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു പടമുണ്ട്, അത് ആൾക്കാർ പറയാറില്ല, അത് അഴകർസ്വാമിയും കുതിരയാണ്. നല്ല മൂവിയാണ്. പിന്നെ വെണ്ണില കബഡിക്കുഴു, വേലായത് ഡെഫിനറ്റ്ലി ഉണ്ട്. ചേച്ചിയുടെ അഭിനയം കണ്ടിട്ട് ചിലതെങ്കിലും കണ്ടിട്ട് ഇത്രയോ വിമർശിക്കാറുണ്ടോ ചേച്ചി എന്തിനേലും അഭിനയം? ഞാൻ എല്ലാത്തിലും പറയും, അതൊക്കെ നന്നായിട്ട് അറിയാം. എന്താണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ എന്തിനാ? അഭിനയത്തിന്റെ സീനിലാണോ? അഭിനയം കണ്ടിട്ട് ഞാൻ ആക്ച്വലി ഞാൻ പുള്ളിക്കാരുടെ ഒരു മലയാളം പടവും കണ്ടിട്ടില്ല. അത് പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് എന്നെ നന്ദി പറയുന്നുണ്ട്. മലയാളം പടം അങ്ങനെ മോശമൊന്നുമല്ല, കെമിസ്ട്രി ഒക്കെ നല്ല പടമായിരുന്നു. പക്ഷെ എനിക്ക് ചിരി വരുമായിരുന്നു. എനിക്ക് പ്രേത പടം കണ്ട ചിരി വരും. അസുഖമാണല്ലോ ഇതിനൊക്കെ കണ്ടിട്ട് അങ്ങനെ പ്രേതമായിട്ട് കൊറിയൻ മൂവീസിലൊക്കെ കണ്ടിട്ട് നമ്മള് കഷ്ടപ്പെട്ട് അഭിനയിക്കുന്ന പാവം മലയാളി ഇതിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രേതം എന്ന് പറഞ്ഞാൽ എന്തോ തോന്നുന്നു. എന്നിട്ട് അത് ചിരിച്ചല്ലോ ഞാൻ. ഇത് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇഡ്ഡലി തിന്നുന്ന പ്രേതം. പ്രേതത്തിനും ജീവിക്കണ്ടേ? തമിഴിൽ അഭിനയിച്ചു, തെലുങ്കിൽ അഭിനയിച്ചു, കന്നഡത്തിൽ അഭിനയിച്ചു, ഹിന്ദിയിൽ വരെ അഭിനയിച്ചു. ഇതിലെന്താ വിമർശനം കൊടുത്തിട്ടുള്ളത്? ഹിന്ദിയിലെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഹിന്ദി എന്ന് പറഞ്ഞ സാധനം ഒരു ഏലിയൻ ലാംഗ്വേജ് ആണ്. പുള്ളിക്കാരി ഹിന്ദി ഒരുപാട് അറിയില്ല. അപ്പൊ അതിൻ്റെതായ മാത്രമല്ല വെണ്ണില കബഡിക്കുഴു എന്ന് പറയുന്ന ഒരു ബേസ് സബ്ജക്റ്റിനെയാണ് അവർ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ഞാൻ ആദ്യമേ ഹിന്ദി സിനിമ എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു ഡയലോഗ് ഉണ്ട്, ഞാൻ അഭിനയിക്കില്ല. പിന്നെ വെണ്ണില കബഡിക്കുഴു ആയത് കാരണം എനിക്കറിയാം അതിൻ്റെ അകത്ത് ഒരു ഡയലോഗ് ഇല്ല, അങ്ങനെ പോയി അഭിനയിച്ചു. എന്തായാലും ഭർത്താക്കന്മാരോട് ചോദിക്കുമ്പോൾ പറഞ്ഞല്ലോ, ചേച്ചി ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളല്ല, എന്തായാലും ചോദിക്കേ നമ്മളെ എന്താ അഭിനയിക്കാൻ വിടാത്ത? ഞാൻ വിടേണ്ട ആവശ്യമില്ല, ഷീസ് ആൻ ഇൻഡിവിജ്വൽ. അത് എന്താ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യം. പുള്ളിക്കാരിക്ക് ഇൻഡിവിജ്വൽ ആണ്, അത് പുള്ളിക്കാരിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ഫിലിം ഇൻഡസ്ട്രി അറിയാം, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് പിന്നെ മാത്രം പുള്ളിക്കാരിയുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തെ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒഴിഞ്ഞു മാറും. എന്നെ വിളിച്ചതേ വാവ വിളിക്കുന്നു. ക്യാമറ ഉണ്ട്, ഒന്നല്ല